സുരേഷും നമ്മുടെ നാട്ടില് ആദ്യമായിട്ട് വരികയാണ്. ശ്രീ കെ വി ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ ആദ്യമായിട്ടല്ല പത്തനാപുരത്ത് വരുന്നത്. ചതിച്ചോ ദൈവമേ! ഇങ്ങനെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. സുരേഷ് കൊടുത്ത പോലെ ചില സമ്മാനങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ സമ്മാനങ്ങൾ അച്ഛൻ ചോദിക്കുന്ന എല്ലാ സമ്മാനവും ഇതുവരെ കൊടുത്തിട്ടുണ്ട്. ഇനിയും സമ്മാനങ്ങൾ കൊടുക്കും എന്നറിയിച്ചുകൊണ്ട് എന്താ എന്റെ ഉദ്ദേശം? എന്താണ് സമ്മാനം കൊടുക്കുന്ന പറഞ്ഞില്ല. സുരേഷ് എന്തോ ഒരു സമ്മാനം കൊടുത്തു എന്ന് പറഞ്ഞു. ബസ്സല്ല എന്ന് സുരേഷ് തന്നെ പറഞ്ഞു. വേറെ എന്തോ സമ്മാനമുണ്ട്. അത് പോകുന്നതിന് മുമ്പ് ചോദിച്ചു മനസ്സിലാക്കണം. എന്താണ് ഈ പെട്രോളിയം മന്ത്രി കോളേജിൽ കൊടുത്ത സമ്മാനം എന്താണ് എന്നാണ്. അവന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കും. അയാൾ എന്ത് വേണോ വിളിച്ച് പറഞ്ഞോട്ടെ. എനിക്ക് തോന്നുന്നു ബസിന്റെ ഡീസൽ ഫ്രീ ആക്കി കൊടുത്തോ എന്നൊരു സംശയമുണ്ട്. പെട്രോളിയം മന്ത്രി എന്നല്ല, അദ്ദേഹം കോളേജിന് കൊടുക്കാൻ അതേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും എന്തുവാണ് പെണ്ണി കഴിവേറി? നിനക്ക് എന്തിനാ? ഞങ്ങൾ തമ്മിൽ പറയുമ്പോഴെല്ലാം തമാശയാണ്. ഞങ്ങൾ തമ്മിൽ സ്നേഹമായിട്ടോ. പലർക്കും തെറ്റിദ്ധാരണ ഞങ്ങള് ആത്മസുഹൃത്തുക്കളാണ്. അത് വേറെ കാര്യം. നീ ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറഞ്ഞ ആട്ടിച്ചിട്ട് പല്ലിന്റെ ക്ഷേമങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാതെ. ഞാൻ പത്തനാപുരത്ത് വന്നത് ഗണേഷ് കുമാർ എന്തായാലും ഓർക്കണം. കാരണം അദ്ദേഹം ആദ്യം ഇലക്ഷന് നിന്ന സമയത്ത് ഏതാണ്ട് 4-5 വേദികളിൽ അദ്ദേഹത്തിന് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി ഞാൻ വന്നിട്ടുള്ളത്. ഇതണ്ടടക്ക ഇനി തുറന്നു വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ വന്ന വേദിയിൽ നട്ടുച്ചയ്ക്ക് റോഡ് സൈഡില് ഉമ്മൻചാണ്ടി സാറും വന്ന അതേ വേദിയിൽ വന്ന് വോട്ട് അഭ്യർത്ഥിച്ച് പോയിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ്, പരമാർത്ഥമാണ്. അതെന്തിനാടാ പന്നിപ്പ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ. രണ്ടാമത്തെ തവണ നിൽക്കുമ്പോഴും ഞാൻ വന്ന് ഗണേശനുമായിട്ട് ഗണേശന്റെ ഓഫീസ് ഉൾക്കൊണ്ടിരുന്ന ഒരു വീട്ടിൽ നിന്ന് അത് ഏതാണ്ട് നട്ടുച്ച സമയത്താണ് ഒരു ഓപ്പൺ ജീപ്പിൽ കയറി നിന്ന് റോഡ് ഷോയ്ക്ക് പോയതും ഞാൻ നല്ലതുപോലെ ഓർക്കുന്നുണ്ട്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഞാൻ കുടുങ്ങി ചാർലി, ശരിക്കും കുടുങ്ങിന്ന് പറഞ്ഞാൽ കത്രയെ പൂട്ട് കൈത്ത പോലെയായി. സാറാകൻ നാറിയിരിക്കുക. ഗണേശ് മറന്നതല്ല, ഈ എല്ലാ കാര്യവും തമാശ രൂപേണ പറയുന്നത് പോലെ ഇതും ഒരു തമാശ പോലെ അങ്ങ് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ടതില്ല. പോലെ എന്റെ തലയിൽ സംഗതി ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ എന്റെ പ്രിന്റഡ് സ്പീച്ചിലേക്ക് കിടക്കാം. ഇത് തീർന്നില്ലേ? തീർന്നു, ശരി കൂടെ ഉള്ളൂ. പെട്രോളും ഡീസലും ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും എന്ന് ഗണേശൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഞാൻ കൊടുക്കും, പിന്നെ ഞാൻ പത്തനാപുരം എടുക്കും എന്നുകൂടി പറയേണ്ടി വരും. ഈ മൊയ്തീരിക്കാന്റെ ഓരോ തമാശകള് എന്നെ വാശി പിടിപ്പിച്ചാലുണ്ടല്ലോ ഞാനൊരു തണ്ടലങ്ങ് കിടക്കും. കൊള്ളാം, പക്ഷെ ഇത്രയും സ്പീഡ് വേണ്ട. ചിലപ്പം ഇതിന്റെ ഇരട്ടി സ്പീഡിൽ തിരിച്ചു വരേണ്ടി വരും. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും